ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി തെപ്പിലി തൈ വെക്കുകയാണ്. അപ്പം നല്ല ഔഷധമൂല്യമുള്ളതാണ്, മാർക്കറ്റിൽ നല്ല വില ഉള്ളതാണ്. അപ്പം കുറച്ചായി ഈ തൈ ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ട്, അപ്പോൾ അതിനി മണ്ണിക്ക് വെച്ച് വളമിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി ഈ ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ടുള്ള പ്ലാവ് ഉണ്ടല്ലോ അതിന് കൂടെ പടർത്തി വിടാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഫസ്റ്റ് ഘട്ടം അവിടെ കുഴി ഉണ്ടാക്കി വെച്ചു. ഇനി കുഴിവളം വീട്ടിൽ തന്നെ ഉണ്ട്. അതായത് കോഴിയുടെ നാടൻ കോഴി വളർത്തലുണ്ട്. അപ്പം എൻ്റെ വകയായിട്ട് കിട്ടിയതാണ്. വെറുതെ വേസ്റ്റാക്കി ഉണ്ടല്ലോ, നല്ല ഫലപുഷ്ടമായ വളമാണ്. അത് ആ കുഴിക്കിടുക, കുറച്ച് അധികമായിട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ആകെ കുത്തി ഇളക്കുക, മണ്ണായിട്ട് ഇങ്ങോട്ട് മിക്സ് ആവണം. അതിനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ ആ ടൂൾ കൊണ്ട്, ഗാർഡനിങ് ടൂളാണ്. ഈ ഗാർഡനിങ് ടൂള് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കുഴി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് പിന്നെന്താണ്, ഇങ്ങനെ സെറ്റാക്കി നല്ലോണം അത്യാവശ്യം ഒന്ന് സെറ്റാക്കി എടുക്കണം. വന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഏതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരറ്റ് വിട്ട് പോയതാണ്, കിട്ടണില്ല, അതുകൊണ്ട് അടക്കട്ടെ. പിന്നെ ഇതെടുക്കുകയാണ്. സാധാരണ ഇതേപോലുള്ള സാധനമൊക്കെ വിൽക്കുമ്പോൾ നമ്മൾ നനയ്ക്കാതെ നിൽക്കണം ഒരു 3 ദിവസമെങ്കിലും, അപ്പം തട്ടിയെടുത്ത് കിട്ടും. ഇതിപ്പോൾ നനച്ചുകൊണ്ട് ആകെ ടൈറ്റായിട്ടാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ എടുത്ത് നോക്കാം എന്താവും സ്ഥിതി അറിയില്ല. വേര് പൊട്ടാതെ കിട്ടുമോ അതോ ഇതാവുമോ, വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്യൂ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെന്താണ്, അപ്പം തൽക്കാലം ഇങ്ങനെ ചെയ്ത് അവസാനം വരുന്നുണ്ട്. പിന്നെന്താ, ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെയാണ്, തിരക്കുകളില്ല. പിന്നെ സാധാരണത്തിൽ വരുന്നുണ്ട്. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. വേര് പൊട്ടാതെ എടുത്ത് വയ്ക്കണം, നല്ലല്ലേ കത്തി കൂടുള്ളൂ. ഇത്രയും കാലം ഇതിങ്ങനെ ആക്കിയെടുത്തല്ലോ, വളർത്തിയെടുത്താലല്ലേ. അവസാനം കിട്ടിയിട്ടുണ്ട്. വേരിനൊരു പ്രോബ്ലം വന്നിട്ടില്ല. ഇനി അതിനോട് ചാരി വെച്ച് ഉണ്ടല്ലേ, ഇങ്ങനെയാണ് ഇത് വയ്ക്കേണ്ടത്. ഇനി മണ്ണിട്ട് സെറ്റാക്കാം. ഞാൻ കൂടെ പടർന്ന് കയറിക്കോളും, നിറച്ച് തിപ്പിലി ഉണ്ടായിക്കോളും, ഇക്കി കൊടുക്കാനായിക്കോളും. അതന്നെ. പിന്നെന്താണ്, ഇതൊരു കയറ് എടുത്ത് കെട്ടണം, വാഴനാര് ഉപയോഗിച്ചിട്ട്. വാഴനാര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക. ഓക്കെയാണ്, എല്ലാം അപ്പോൾ ഓൾ സെറ്റ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം മണ്ണൊക്കെ നേരെയാക്കി സെറ്റാക്കി വയ്ക്കുക ഉണ്ടല്ലേ. ഇനി നനച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും, ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ വേരൊക്കെ സെറ്റായി മണ്ണിലിട്ട വളങ്ങളൊക്കെ ആയിട്ട് മിക്സായിട്ട് സാധനം സെറ്റായിക്കോളും. അപ്പോൾ എല്ലാം ഓക്കെ, ക്ലിയർ ഉണ്ടല്ലേ. എല്ലാം നേരാക്കി വയ്ക്കുക. താങ്ക് യു.